വിവോയുടെ വിവോ V30e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V30e എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ V30eയിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. വിവോ V29e എന്ന സ്മാർട്ട് ഫോണിലും ഇതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. എടുത്തു പറയേണ്ട കാര്യം, കർവ്ഡ് ഡിസ്പ്ലേ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു 5G പ്രോസസ്സറൊക്കെയാണ്. 5G സപ്പോർട്ട് ഇതിൽ വരും. പിന്നെ ഈ ഒരു ഫോണിൽ 8 GB റാം വരെയും 256 GB ഇന്റേണൽ വരെയും വരുന്നതായിരിക്കും. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. ഇതിൽ 64 MP മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഇത് കൂടാതെ 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വന്നേക്കാം. പിന്നെ വലിയ യൂസ് ഒന്നുമില്ലാത്ത 2 MP സെൻസേഴ്സ് വരാൻ സാധ്യതയില്ല. ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഒക്കെ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്തേക്കാം. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇന്ത്യയിൽ അടുത്ത് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോ V29e എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആയിരിക്കും. വളരെ മികച്ചൊരു പ്രൈസിങ്ങും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. എന്തായാലും വിവോയുടെ വിവോ V30e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.